ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീഡിയോ കണ്ട ചിലർ അതിൻ്റെ താഴെ എഴുതിയിരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ടീച്ചറിൻ്റെ ശബ്ദത്തിന് എന്ത് പറ്റി? അപ്പോൾ അവരുടെ ഒരു കൺസേൺ അല്ലേ, എൻ്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എൻ്റെ ശബ്ദത്തിന് ഒരു കുഴപ്പമുണ്ട്, ഈ മഞ്ഞുകാലമൊക്കെ വന്നപ്പോൾ അത് ശബ്ദം നന്നായിട്ട് എഫക്റ്റഡായി, കുറച്ച് ചുമയുണ്ട്. നിങ്ങളുടെ ആ വാക്കുകളിലുള്ള ഒരു ആത്മാർത്ഥത എനിക്ക് ഫീൽ ചെയ്തിട്ടാ. ശ്രദ്ധിക്കണം, കെയർ ചെയ്യണം. അപ്പം ഞാൻ കുറച്ചൊക്കെ കെയർ ചെയ്തു. ശബ്ദം തിരിച്ചു വന്ന് തുടങ്ങി. ഇനിയും കുറച്ചും കൂടി ഭേദമാകാനുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് എന്നോട് കാണിച്ച കൺസേണിനും പ്രാർത്ഥനകൾക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ അനലൈസ് ചെയ്യാറുണ്ടല്ലോ. ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടേതായ സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ എൻ്റെ സ്ട്രെങ്ത്തായിട്ട് ഞാൻ കാണുന്ന ഒന്നാണ് എൻ്റെ ശബ്ദം. എൻ്റെ അമ്മ അങ്ങനെയായിരുന്നു കേട്ടോ. അമ്മയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിരുന്നു അമ്മയുടെ ശബ്ദം. പക്ഷേ അമ്മ ഒരു കാര്യം ചെയ്തു, അത് വളരെ കരുതലോടുകൂടി സൂക്ഷിച്ച് 84 വയസ്സിലും അമ്മ മനോഹരമായിട്ട് പാടുമായിരുന്നു. ശബ്ദത്തിന് ഒരു പോറലും ഏറ്റിരുന്നില്ല കേട്ടോ. ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പള്ളിയിൽ രാവിലെ കുർബാനയുള്ളപ്പോൾ അപ്പോൾ ചില ദിവസങ്ങളിൽ കൊയർ ഗ്രൂപ്പ് ഉണ്ടാവില്ല. അമ്മ പള്ളിയിലുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ സെമിനാരിയിലെ ചില കുട്ടികളുണ്ട്, അവർ ഒരു ഹാർമോണിയം അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും. അമ്മ ഹാർമോണിയം വായിച്ച് പാട്ടുകളിങ്ങനെ പാടും. ഞാനിപ്പോഴും അത്ഭുതത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു കാര്യം അതാണ് കേട്ടോ. ആ പള്ളി മുഴുവൻ കേൾക്കുന്ന ശബ്ദത്തിൽ ഒരു കൊയർ ഗ്രൂപ്പിൻ്റെ ശബ്ദത്തിനേക്കാളും ഒരു ഇമ്പാക്റ്റിൽ അമ്മ പാടുമായിരുന്നു. അതിപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതം ഉണ്ടാക്കുന്നു. അമ്മ ആ പ്രായത്തിലെ ശബ്ദം എന്തുമാത്രം കാത്തു സൂക്ഷിച്ചിരുന്നു. ഏതായാലും അതുപോലെയൊന്നും എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരു കാര്യമുള്ളത്, ഈ ശബ്ദമൊക്കെ ഇത്രയും കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണെന്നും നമ്മൾ ചിന്തിക്കാറില്ല പൊതുവെ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ സുഖം മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ളൊരു പ്രയാണമായി മാറിയപ്പോൾ സന്തോഷം മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രേ പറയാനുള്ളൂ. അപ്പോൾ ക്രിസ്മസൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചല്ലോ അല്ലേ? അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞു, ന്യൂ ഇയർ ഇപ്പം എത്തും. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ട് 2000 ആണ്ട് കടന്നു വന്നപ്പോഴുണ്ടായിരുന്നൊരു ആഘോഷം. നിങ്ങളിൽ എത്ര പേരത് കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷെ കുറേ പേരുടെ ഓർമ്മയിൽ അതുണ്ടല്ലേ. അന്ന് 2000 ആണ്ടൊരു വരവായിരുന്നു, ഒരു ഒന്നൊന്നര വരവെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞ് 25 വർഷങ്ങൾ കടന്നുപോയല്ലേ. ഇപ്പം നമ്മൾ 2026 കാലുകുത്താൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല കേട്ടോ. ഒരു ചെറിയ കാര്യം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നുണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് നമ്മൾ ആവർത്തിച്ച് പറയുന്ന കേൾക്കുന്ന ഒരു വാചകമുണ്ട്, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഈ വാചകം കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്താണെന്നോ, നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വത്തെക്കുറിച്ച് നമ്മളിൽ ഒരു ബോധമുണ്ടാക്കുന്ന ഒരു വാചകമാണ്. അതായത് സമാധാനത്തിൻ്റെ താക്കോൽ നിൻ്റെ കയ്യിലാണ്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളുടെ കേന്ദ്രമാണ്. അപ്പം നിനക്ക് സമാധാനം ഉണ്ടാകണമെങ്കിൽ നിൻ്റെ ചിന്തകളും അതനുസരിച്ചുള്ള പ്രവൃത്തികളും സമാധാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതാണ് ആ വാചകത്തിൻ്റെ പിന്നിലുള്ള മെസ്സേജ്. നമുക്കൊരു ചലഞ്ച് കൂടി ഇതിൻ്റെ കൂടെ ഏറ്റെടുക്കാം. നമുക്ക് സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറാൻ എന്ത് ചെയ്യാൻ സാധിക്കും? സമാധാനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറാം. ഇത് സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ വളരെ പ്രശസ്തമായൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കി മാറ്റണമേ. സമാധാനം എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉപകരണമായിട്ട് മാറാൻ നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, ഈ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത, ഉത്കണ്ഠ, വറി ഇതെല്ലാം വന്നാൽ സമാധാനം ഇല്ലാതാവും. അപ്പോൾ നമ്മൾ സമാധാനത്തിൻ്റെ ഉപകരണമാകാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ ഈ സ്വസ്ഥത ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അതിലൊരു കാര്യം, കൊച്ചുകുട്ടികളുടെ വാശിയിൽ, അത് പലപ്പോഴും നമ്മുടെ സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഒരു 2 വയസ്സിനും 7 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ പിടിവാശി, കരച്ചിൽ, അത് നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കുടുംബാംഗം എന്നുള്ള നിലയിൽ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാകാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് അമ്മ, അമ്മൂമ്മ, അപ്പൂപ്പൻ, അച്ഛൻ, സഹോദരൻ, സഹോദരി, ഏത് റോളിലുള്ള ആളുകൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു കൊച്ചുകുട്ടി വാശി പിടിച്ചൊക്കെ കരയുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? നമ്മൾ അസ്വസ്ഥരാകും. നമ്മളത് പെട്ടെന്നൊന്ന് ഫിക്സ് ചെയ്യാൻ, സോൾവ് ചെയ്യാനൊക്കെ നോക്കും.
നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് അയാൾ വാശി പിടിച്ച് കരയുന്ന കാര്യം അങ്ങോട്ട് സാധിച്ചു കൊടുക്കും. അത് വളരെ എളുപ്പമാണ്. പക്ഷേ നമുക്ക് തന്നെ അറിയാം അത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ കുട്ടികളുടെ പിടിവാശി, ദുർവാശി, കരച്ചിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമാധാനക്കുറവില്ലേ, ഒരു സ്വസ്ഥതയില്ലായ്മയില്ലേ, ഇതെല്ലാം മാറ്റി അവിടെ സ്വസ്ഥതയും സമാധാനമൊക്കെ കൊണ്ടുവരാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അതേക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ സ്ട്രെസ്ഡായി, അപ്പോൾ ചില അമ്മമാർ വളരെ ഹെൽപ്ലെസ്സായി ചിലപ്പോൾ കരയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ലോകം ഇപ്പോൾ വളരെ വിശാലമാണ്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട്. കുട്ടികളുടെ വാശി, ടാൻട്രം കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്. അപ്പോൾ എനിക്കതിൽ വളരെ ഹൃദ്യമായി തോന്നിയ ഒരു കാര്യം, അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സമാധാനം തോന്നി. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് കൊറിയയിലുള്ള അമ്മമാർ അവരുടെ മക്കൾ വാശി പിടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അതിന് ജോങ് പോസ് എന്ന് പറയാറ്. സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ പോസ് എന്നുള്ള വാക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ പല സ്ഥലത്തും അത് ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ. നല്ല ദേഷ്യം വരുമ്പോൾ ഏറ്റവും വലിയ ടെക്നിക്കാണ് പോസ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, കുറച്ച് നേരം ഒരു പോസ്. അപ്പോൾ എല്ലാവരും ഉത്തരത്തിനായിട്ട് ഇങ്ങനെ കാതോർക്കും. ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ച് ഒരു പോസ്, എന്നിട്ടാണ് ഇന്ന ആൾ ഉത്തരം പറയാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാകും, എന്നോടായിരിക്കുമോ. അങ്ങനെ പല തരത്തിലും നമുക്ക് പ്രയോജനപ്പെടുന്ന ഒന്നാണ് കേട്ടോ ഈ പോസ്. ജോങ് പോസ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റില്ലേ, അതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന് എമ്പതി, പിന്നെ ഷെയർഡ് ഫീലിങ്സ്. അപ്പോൾ മറ്റേയാളെക്കുറിച്ചുള്ള ഒരുപാട് കരുതൽ ആ വാക്കിലുണ്ട്. കൊറിയൻ മദേഴ്സ് ഈ ജോങ് പോസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റില്ലേ, അത് നടപ്പിലാക്കാൻ 4 സ്റ്റെപ്സാണ് എടുക്കുന്നത്. അതിന് ആകെ 60 സെക്കൻഡ് മതി. ഇപ്പോൾ ഈ 60 സെക്കൻഡ് കൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ സമാധാനത്തിൻ്റെ വഴി ഇപ്പോൾ അതിൽ 4 സ്റ്റെപ്പാണുള്ളത്. അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്പ് 1, ഇപ്പം നമ്മൾ എങ്ങനെയാണ് വാശി കൈകാര്യം ചെയ്യുന്നതെന്ന് ഒന്ന് നിരീക്ഷിക്കണം കേട്ടോ. സാധാരണഗതിയിൽ മാതാപിതാക്കൾ എന്താ ചെയ്യാറുള്ളത്? വാശി പിടിച്ച് കരയുമ്പോൾ ആ കാര്യം അങ്ങോട്ട് സാധിച്ചു കൊടുക്കും. ഈ കരച്ചിൽ നമ്മളെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കുഞ്ഞിന് വേണ്ട ഒരു കാര്യത്തിന്, അവനെ സഹായിക്കുന്ന ഒരു കാര്യത്തിന് വാശി പിടിക്കുമ്പോൾ അത് സാധിച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? പക്ഷെ ദുർവാശി പിടിവാശിയൊക്കെ കാണിക്കുമ്പോൾ തൽക്കാലം ഒരു സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ആ കാര്യം സാധിച്ചു കൊടുക്കരുത്, വിട്ടുപോകും. അങ്ങനെയാവുമ്പോൾ അത് പല ലെവലിലേക്ക് കിടക്കും. കുഞ്ഞിന് നമ്മൾ വലിയൊരു മെസ്സേജ് കൊടുക്കുകയല്ലേ, നീ കരഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഏത് കാര്യവും നടക്കും. അത് വളരെ തെറ്റായൊരു മെസ്സേജ് അല്ലേ. അത് അവരെ പിന്നീട് ആത്മഹത്യയിലേക്ക് പോലും നയിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. ഐഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, സ്കൂട്ടർ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, ഇവരുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. സത്യത്തിൽ പലപ്പോഴും പാരൻറ്റിങ് കുട്ടികളെ ഈ ലെവലിൽ എത്തിക്കാറുണ്ട്. പിന്നെ നമ്മൾ ഈ കരച്ചിൽ നിർത്താൻ വേണ്ടി വേറെ ചില പരിപാടികളൊക്കെ നടത്തും. കൗണ്ട് ചെയ്ത് അവരെ ഭയപ്പെടുത്തി കരച്ചിൽ നിർത്താൻ നോക്കും. അത് ഒരു ലെവൽ കൂടി കടന്നു കഴിഞ്ഞാൽ പണിഷ്മെൻ്റായിട്ട് മാറും. ഈ പരിപാടികളൊക്കെ തീർച്ചയായിട്ടും നിർത്തണം. എന്താ കാരണം എന്നറിയാമോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവൽ വളരെ ഹൈ ആണ്, നമ്മൾ സ്ട്രെസ്ഡാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അവർക്ക് കാര്യകാരണ സഹിതം ചിന്തിച്ച് തീരുമാനമെടുക്കാനുള്ള കഴിവൊന്നുമുള്ളവരല്ല. അപ്പം നമുക്ക് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു എമിഗ്ഡല ഹൈജാക്കാണ്. നമ്മൾ വളരെ സ്ട്രെസ്ഡായി, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്നു, ചെയ്യുന്നു. നമ്മുടെ ഒരു ലക്ഷ്യം ഇയാളുടെ കരച്ചിൽ എങ്ങനെയെങ്കിലും നിർത്തണം. കുട്ടികൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കും ഒരു എമിഗ്ഡല ഹൈജാക്ക് ഉണ്ടാവും. പക്ഷേ അവർക്ക് കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള കഴിവില്ല. തലച്ചോറിൻ്റെ ആ ഭാഗം ഡെവലപ്ഡ് ആയിട്ടില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്കിങ്ങനെ ഹൈജാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ട്. കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റും, റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. കുഞ്ഞുങ്ങൾക്ക് ആ കഴിവില്ല. അവർക്കുള്ള സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോ റെഗുലേഷനാണ്. നമ്മളെങ്ങനെയാണോ അതങ്ങോട്ട് അവർ കോപ്പി ചെയ്യും. നമ്മൾ സ്ട്രെസ്ഡായി ബഹളം വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ സ്ട്രെസ്ഡാവും, ബഹളം വയ്ക്കാൻ തുടങ്ങും. അതേസമയം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നോ, നമ്മുടെ എനർജി ലെവൽ കുറയ്ക്കുക, നമ്മൾ വളരെ കാമാവുക. അപ്പോൾ ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഒരു ഡീപ്പ് ബ്രെത്താണ്. അത് അപ്പോൾ നമ്മുടെ എനർജി ലെവൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ, ലോവർ യുവർ ബോഡി. അപ്പോൾ നമ്മൾ ഈ സ്റ്റിഫ്നെസ് ഒക്കെ കളഞ്ഞ് താഴേക്കിരുന്ന്
കുഞ്ഞിൻ്റെ കണ്ണും നമ്മുടെ കണ്ണും ഒരേ ലെവലിലാക്കുക. അപ്പോൾ നമ്മൾ സ്ട്രെസ്ഡ് അല്ല, നമ്മൾ വളരെ കാമാണ്. ഈ കോ റെഗുലേഷൻ ഇവിടെ നടക്കും. അപ്പം നമ്മുടെ ഒരു ശാന്തമായ മാനസികാവസ്ഥ കുഞ്ഞ് ഏറ്റെടുക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നു. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ഒരു സൈലൻറ്റ് കണക്ഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ പറഞ്ഞ അവസ്ഥയില്ലേ, അത് കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ സത്യത്തിൽ കുഞ്ഞിന് അതൊരു വലിയ ത്രെറ്റാണ്. അയാൾക്ക് ഫീൽ ചെയ്യുന്നത് എന്താ, എൻ്റെ ആവശ്യങ്ങളൊന്നും ഇവർ പരിഗണിക്കുന്നേ ഇല്ല. വളരെ ഒരു അരക്ഷിതാവസ്ഥ കുഞ്ഞിന് ഫീൽ ചെയ്യുകയാണ്. സ്റ്റെപ്പ് 1 നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തില്ലേ, അത്രയും ആകുമ്പോഴേക്കും കുഞ്ഞിന് കിട്ടുന്ന ഫീലിംഗ് ഐ ആം സേഫ്, ഞാൻ വളരെ സുരക്ഷിതനാണെന്നുള്ളൊരു ഫീലിംഗാണ് കുഞ്ഞിന് കിട്ടുക. സ്റ്റെപ്പ് 2 വരുമ്പോൾ അതൊരു സൈലൻറ്റ് കണക്ഷനാണ്. നമ്മളൊന്നും സംസാരിക്കുന്നില്ല, ആ ഒരു ഫീലിംഗ് ഇല്ല, ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് കുട്ടിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഒരു 10 സെക്കൻഡ്, സ്റ്റെപ്പ് 2 വരുമ്പോൾ കുറച്ചും കൂടി സമയം കുറവ് മതി, 5 സെക്കൻഡ് മതിയാവും. ഇനി സ്റ്റെപ്പ് 3 അത് കുറച്ച് സമയം എടുക്കേണ്ട ഒന്നാണ് കേട്ടോ. മൃദുവായ സ്പർശനങ്ങൾ, കുഞ്ഞിനെ തലോടാം, നമ്മളോട് ചേർത്ത് നിർത്താം, പതുക്കെ ഉമ്മ വെക്കാം, ഇതിൻ്റെ കൂടെ ഞാനുണ്ട്, യു ആർ സേഫ് എന്നുള്ളൊരു ഫീലിംഗ് കൃത്യമായിട്ട് കുഞ്ഞിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഈ സമയം നമ്മൾ ഉപയോഗിക്കണം. ഒരു 15 സെക്കൻഡ് കൊണ്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതും നേരത്തെ ശീലിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് മാറാൻ നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടാവും, അത് പെയിൻഫുള്ളായിരിക്കും. പക്ഷേ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യും, ഉറപ്പല്ലേ? സ്റ്റെപ്പ് 4 വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ അവരുടെ ഫീലിങ്സൊക്കെ വാലിഡേറ്റ് ചെയ്യണം. നമ്മുടെ ചില ഡയലോഗില്ലേ, അയ്യേ ഇതിനൊക്കെ ഇങ്ങനെ കരയണോ, അയ്യേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. ഇവിടെ നമുക്ക് വേറൊരു പ്രശ്നവും കൂടി വരും. ചിലപ്പോൾ കുട്ടികൾ വാശി പിടിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചായിരിക്കും, സ്ട്രേഞ്ചേഴ്സിൻ്റെ മുമ്പിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചായിരിക്കും. അപ്പോൾ നമുക്ക് വെറുതെ ഒരു നാണക്കേട് ഫീൽ ചെയ്യുക. അപ്പം നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഈ കരച്ചിൽ നിർത്താൻ ശ്രമിക്കൂലേ, ഇത് വലിയൊരു അപകടമാണ്. അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ കുഞ്ഞിൻ്റെ ഫ്യൂച്ചർ വളരെ വലുതാണ്. കുഞ്ഞാണ് നമുക്ക് വലുത്, സ്ട്രേഞ്ചേഴ്സ് അല്ല. അവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ സെക്കൻഡറിയാണ്, അതൊന്നും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങളേ അല്ല. ഇവിടെ നമ്മുടെ കുഞ്ഞിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യുക, അയാളുടെ ഫീലിങ്സിന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ അയാളുടെ ഫീലിങ്സ് മനസ്സിലാക്കിയെന്ന് അയാൾക്ക് ബോധ്യപ്പെടണം. അപ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കാം, നിനക്കത് കിട്ടാതെ വന്നപ്പോൾ നല്ല സങ്കടം ഉണ്ടായല്ലേ, അമ്മയ്ക്കത് മനസ്സിലായി, അല്ലെങ്കിൽ അമ്മമ്മയ്ക്കത് മനസ്സിലായി, അച്ഛന് മനസ്സിലായി അല്ലേ. നമ്മൾ ഏത് റോളിലാണോ അവിടെ നിന്നുകൊണ്ട് അയാളുടെ ആ ഫീലിങ്സ് വാലിഡേറ്റ് ചെയ്യുക. അത് നിസ്സാരവൽക്കരിക്കാതെ അതിന് വേണ്ട ഒരു ഗൗരവം കൊടുത്ത് വാല്യൂ കൊടുത്ത് നമ്മൾ മനസ്സിലാക്കിയെന്ന് അയാൾക്ക് മനസ്സിലാവുക. ആ ഒരു ലെവലിൽ നമ്മൾ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക. കുഞ്ഞിന് ദേഷ്യമാണ് വരണമെങ്കിൽ അതും പറയാം, നിനക്ക് നല്ല ദേഷ്യം വന്നല്ലേ, നിനക്ക് സങ്കടം വന്നല്ലേ, ഏത് ഫീലിംഗ് ആണോ അയാൾ എക്സ്പ്രസ് ചെയ്യുന്നത് അത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് നമ്മളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തയ്യാറാകും. ആ ഒരു കറക്ഷനിലേക്ക് കടക്കാനുള്ള ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് 4. കാര്യങ്ങൾ വളരെ സിമ്പിളാണെങ്കിലും നടപ്പിലാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കണം. ഇപ്പോൾ കുഞ്ഞും മാതാപിതാക്കൾ അല്ലെങ്കിൽ കുഞ്ഞും മുതിർന്ന ആളുകളും തമ്മിലുള്ളൊരു ബോണ്ടിങ്, ആ ബോണ്ടിങ് വളരെ ശക്തമാണെങ്കിൽ പാരൻറ്റിങ് വളരെ എൻജോയബിളായിട്ട് മാറും. അതിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ. ആ ബോണ്ടിങ് ശരിയാകാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പിൽക്കാലത്ത് നേരിടേണ്ടി വരുന്നത്. അപ്പോൾ പ്രകൃതി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ് ഈ ദുർവാശി പിടിവാശിയെല്ലാം. കാരണം കുഞ്ഞും നമ്മളും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സ്റ്റേജാണിത്. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയരുത്, ഇതിനെ ദുരുപയോഗപ്പെടുത്തരുത്. ഈ ജോൺ പോസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, 4 സ്റ്റെപ്പ്. ഇത് ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം, കുഞ്ഞും നമ്മളും തമ്മിലുള്ള ആ ഒരു ട്രസ്റ്റില്ലേ, എൻ്റെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ എന്നെ പരിഗണിക്കുന്നവരാണ്, എന്നെ മനസ്സിലാക്കുന്നവരാണ്, എനിക്ക് വേണ്ട കാര്യങ്ങളാണെങ്കിൽ അവർ സാധിച്ചു തരും എന്ന ഒരു ട്രസ്റ്റിൻ്റെ തുടക്കമാണ് ഇവിടെ നടക്കുന്നത്. അതും നമ്മൾ പ്രയോജനപ്പെടുത്താതെ വരരുത്. ഇതിൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അയാൾ ഒരു മുതിർന്ന വ്യക്തിയായിട്ട് മാറുന്ന ഒരു പ്രോസസ്സിൽ ഈ സ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്വന്തമായിട്ടുള്ള ചിന്ത, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള രീതി കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് വലിയൊരു ആവശ്യമല്ലേ. അപ്പോൾ അതിന് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഒരു റോളിൽ നിന്നുകൊണ്ട് നമ്മൾ കാമായി റിലാക്സ്ഡ് ആയിട്ട് ഇതെങ്ങനെ കൈകാര്യം ചെയ്യാം, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. പലപ്പോഴും സമാധാനത്തിൻ്റെ ഉപകരണമായിട്ട് നമുക്ക് മാറാൻ പറ്റും.
പാരൻസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജെല്ലാം കഴിഞ്ഞിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പാണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പോൾ 2026 എല്ലാവർക്കും സമാധാനത്തിൻ്റെ വർഷമായി മാറട്ടെ. സമാധാനത്തിൻ്റെ ഉപകരണമായി മാറാനുള്ള ചലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.